എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ആദ്യത്തെ ഒരു മലയാളം മൂവിയാണ് തെളിവ് സഹിതം. മേജർ രവി, അബു സലീം, നിഷാന്ത് സാഗർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സക്കീർ മന്നാർമല സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് തെളിവ് സഹിതം. ആമസോൺ പ്രൈമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് ശക്തി തിരുമകൻ. വിജയ് ആന്റണിയെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ പ്രഭു സംവിധാനം ചെയ്തൊരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ശക്തി തിരുമകൻ. ഒക്ടോബർ 24 OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഇഡ്ലിക്കടൈ. ധനുഷ്, സത്യരാജ്, നിത്യമേനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ധനുഷ് രചനയും സംവിധാനം നിർവഹിച്ച ഒരു ഫാമിലി മൂവിയാണ് ഇഡ്ലിക്കടൈ. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 29 ഇത് OTTയിൽ റിലീസ് ചെയ്യും. ഒരു മലയാളം സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 24 റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് സീരീസ് ആണ് ദ മദ്രാസ് മിസ്റ്ററി. നസ്രിയ, നാസിം, നാസർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൂര്യപ്രതാപ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. സോണി ലിവിലൂടെ നവംബർ 6 ഇത് OTTയിൽ റിലീസ് ചെയ്യും. മലയാളം മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി, പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്തൊരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ദീപാവലിയോടനുബന്ധിച്ചു അല്ലെങ്കിൽ ഒക്ടോബർ 23 ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ഒക്ടോബർ OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് ചാട്ടുളി. ഷൈം ടോം ചാക്കോ, ജാഫർ ഡിക്കി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി രാജ്ബാബു സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ചാട്ടുളി. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം സീരീസാണ് കപ്ലിംഗ്. സർജാനോ, ഖാലിദ്, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ പ്രമോദ് മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് വെബ് സീരീസാണ് കപ്ലിംഗ്. മനോരമ മാക്സിലൂടെ ഉടൻ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തൊരു വെബ് സീരീസാണ് ഡൽഹി ക്രൈം സീസൺ 3. ഡൽഹി ക്രൈമിന്റെ സീസൺ 1, 2 എന്നിവ വൻ വിജയമായിരുന്നു. അതിനെ തുടർന്നാണ് മൂന്നാമത്തെ സീസണും എത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 13 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് വത്സല ക്ലബ്. കാർത്തിക്, ശങ്കർ, രൂപേഷ്, പീതാംബരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനുഷ് മോഹൻ സംവിധാനം ചെയ്തൊരു കോമഡി മൂവിയാണ് വത്സല ക്ലബ്. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നോബിൾ ബാബു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിശാഖ് സുബ്രഹ്മണ്യം, വിനീത് ശ്രീനിവാസൻ എന്നിവ നിർമ്മിച്ച് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കരം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ സോണി ലിവ് എടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് വീക്കോടെ ഇത് OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി മിറാഷ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മിറാഷ്. സോണി ലിവിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ദേ കോൾ ഹിം ഓജി. സുജീത് രചനയും സംവിധാനം നിർവഹിച്ച ഈ മൂവി ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 30 ഇത് OTTയിൽ റിലീസ് ചെയ്യും. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് മെഗൻ 2.0. ജെറാർഡ് ജോൺസ്റ്റോൺ എഴുതി സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണ് മെഗൻ 2.0. 2022 ഇറങ്ങിയ മെഗൻ എന്ന ചിത്രത്തിന്റെ തുടർച്ചയാണ് മെഗൻ 2.0. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 27 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു ദക്ഷിണ കൊറിയൻ സീരീസാണ് ആസ് യു സ്റ്റുഡ് ബൈ. ഇതൊരു ക്രൈം ത്രില്ലർ സീരീസാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 7 OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് സീരീസാണ് ലവ്. അർജുൻ ദാസ്, ഐശ്വര്യലക്ഷ്മി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ബാലാജി മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് സീരീസാണ് ലവ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് തണ്ടകാരണ്യം. VR ദിനേശ്, കലൈ അരശൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അതിയൻ അതിരൈ രചനയും സംവിധാനം നിർവഹിച്ചൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് തണ്ടകാരണ്യം. സിംപ്ലി സൗത്ത് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 20 ഇത് OTTയിൽ റിലീസ് ചെയ്യും. ഒരു ഇംഗ്ലീഷ് സീരീസാണ് ദ വിച്ചർ സീസൺ 4. ഇതൊരു ഫാന്റസി ഡ്രാമ ആക്ഷൻ അഡ്വഞ്ചർ സീരീസാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 30 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് ഓൾ ഹെയർ ഫോൾട്ട്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സീരീസാണ്. ആൻഡ്രിയ മാരയുടെ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മൂവി. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 7 ഇത് OTTയിൽ റിലീസ് ചെയ്യും. ഇതൊരു തായ് ചിത്രമാണ് ഹോസ്റ്റ്. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 23 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത ഒരു ഹിന്ദി മൂവിയാണ് ജോളി LLB 3. അക്ഷയ് കപൂറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുഭാഷ് കപൂർ സംവിധാനം ചെയ്തൊരു ലീഗൽ കോമഡി ഡ്രാമ ഫിലിമാണ് ജോളി LLB.
പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ 14 നെറ്റ്ഫ്ലിക്സിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും OTT റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് പരം സുന്ദരി. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് പരം സുന്ദരി. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 24 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത മൂവി കാന്താര ചാപ്റ്റർ 1. ഋഷഭ് ഷെട്ടി രചനയും സംവിധാനം ചെയ്ത് ഋഷഭ് ഷെട്ടി, ജയറാം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഇതിഹാസ കാലഘട്ടത്തിലെ പുരാണ ആക്ഷൻ ഡ്രാമ ചിത്രമാണ് കാന്താര ചാപ്റ്റർ 1. 125 കോടിക്ക് ആമസോൺ പ്രൈം ഇതിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 30 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഇറ്റ് വെൽക്കം ടു ഡെറി. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ സീരീസ് ആണ് ഇറ്റ് വെൽക്കം ടു ഡെറി. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 27 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് എ ഹൗസ് ഓഫ് ഡൈനാമൈറ്റ്. ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമാണ് എ ഹൗസ് ഓഫ് ഡൈനാമൈറ്റ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 24 ഇത് OTT റിലീസ് ചെയ്യും.